നൂറാം ദിനത്തിൽ ജനകീയ പദ്ധതികളുമായി LDF സർക്കാർ. എല്ലാവർക്കും വീട് പദ്ധതി, ശുചിത്വ കേരളം പദ്ധതിക്കായി നിർമ്മൽ എന്ന പേരിൽ പുതിയ ലോട്ടറി ആരംഭിക്കാൻ തീരുമാനം. കൂടുതൽ ജനകീയ പദ്ധതികൾക്കും സർക്കാർ ഒരുങ്ങുന്നു. LDF യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്? മനു, LDF സർക്കാർ അധികാരത്തിലേറി 100 ദിവസത്തിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 1-ന് 100 ദിവസം പൂർത്തിയാകും. 100 ദിവസം പൂർത്തിയാകുന്ന അന്ന് തന്നെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്ക് പ്രയോജനകരമാകത്തക്ക രീതിയിലുള്ള നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കും. ഈ 100 ദിവസം കൊണ്ട് തന്നെ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് ചേർന്ന LDF യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അത് സർക്കാർ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് വീടില്ലാത്തവരായി ആരും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും വെച്ച് നൽകും. അതോടൊപ്പം ഭൂമിയുള്ളവർക്ക്, വീടില്ലാത്ത ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതിയും പ്രഖ്യാപിക്കും. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ അതത് മേഖലകളിൽ, അതായത് തൊഴിൽ മേഖലകളിൽ ഏത് മേഖലയിൽ പണിയെടുക്കുന്നുവോ അതത് മേഖലകളിൽ തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പദ്ധതിയും ഇതിൽ ഉണ്ടാകും. സ്ഥലം ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ ഫ്ലാറ്റുകൾക്കായിരിക്കും മുൻതൂക്കം നൽകുക എന്നും ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് പദ്ധതികളും സർക്കാർ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും കക്കൂസ് നിർമ്മാണം നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും ഇതോടുകൂടി പൂർത്തീകരിക്കുന്നതിനുള്ള ശക്തമായ നിലപാടും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും 100ാം ദിനത്തിൽ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. ദിനകർ, സാധാരണക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനപിന്തുണ കൂടുതൽ ആർജിക്കുക, അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് 100ാം ദിനം മുതൽ സർക്കാർ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്ന സൂചനകളാണോ ലഭിക്കുന്നത്? തീർച്ചയായും മനു, ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും നിലപാടുകളിൽ നിന്നും, സർക്കാരിൻ്റെ നിലപാടുകളിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 100 ദിന കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. മനു, തീർച്ചയായിട്ടും KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 100ാം ദിനത്തിൽ കൂടുതൽ ജനകീയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിൻ്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന നടപടികൾക്കാണ് 100ാം ദിനത്തിൽ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്.